ഹൈ വോൾട്ടേജ് പവർ ഒരു യൂട്ടിലിറ്റി ഗ്രിഡ് വഴി മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ഡിസ്റ്റിൻറ്റ് ഇലക്ട്രിക്കൽ ഫേസ് വേണം. ഈ ഫേസസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രൈമറി പിന്നെ സെക്കൻഡറി വൈൻഡിങ്സും തമ്മിലുള്ള അലൈൻമെന്റ് അത് വളരെ പ്രിസൈസ് ആയിരിക്കണം. ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നോക്കിയാൽ 3 സെപ്പറേറ്റ് കോപ്പർ വൈൻഡിങ്സ് ഒരു ഷെയർഡ് അയൺ കോറിൽ ചുറ്റി വെച്ചേക്കുന്നത് കാണാം. ഈ 3 വേവ്സ് ഓഫ് പവറും സെയിം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായ കോൺഫിഗറേഷൻ സ്റ്റാർ സ്റ്റാർ കണക്ഷനാണ്. പ്രൈമറിയും സെക്കൻഡറിയും വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ക്ലോക്ക് ഫേസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും വെക്ടേഴ്സ് കറക്റ്റായി അലൈൻഡ് ആയാൽ നമ്മൾ അതിനെ YYO എന്ന് പറയും. അതായത് രണ്ട് ഫേസേഴ്സും ക്ലോക്കിൽ 12 ക്ലോക്കിലേക്ക് പോയിന്റ് ചെയ്യുന്നത് പോലെ. ഇവിടെ മാഗ്നറ്റിക് കോർ വഴി വോൾട്ടേജ് മാറ്റുന്നത് ഫേസ് വോൾട്ടേജിലാണ്, അല്ലാതെ രണ്ട് ഫേസുകൾ തമ്മിലുള്ള ലൈൻ വോൾട്ടേജിൽ അല്ല. ഈ സ്റ്റാർ കണക്ഷൻസ് മിറർ ഇമേജ് പോലെ ആയതുകൊണ്ട് ഇവിടെ ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ബാക്കി എല്ലാ കണക്ഷൻസും ഉള്ള ഒരു മാത്തമാറ്റിക്കൽ ബേസ് ലൈൻ. ഇനി ഡെൽറ്റ ഡെൽറ്റ കോൺഫിഗറേഷന്റെ കാര്യം നോക്കാം. ഇവിടെ വൈൻഡിങ്സ് എല്ലാം ഒരു കണ്ടിന്യൂസ് ലൂപ്പ് പോലെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. സെക്കൻഡറി വൈൻഡിങ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ പൊളാരിറ്റി മാറും. ഈ ഒരു 180 ഡിഗ്രി ഇൻവേർഷൻ മൂലം സെക്കൻഡറി ഫേസർ ക്ലോക്കിൽ നേരെ 6 ഓ ക്ലോക്കിലേക്ക് സ്നാപ്പ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ DD6 സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ലൂപ്പ് സ്ട്രക്ചർ മൂലം ഔട്ട്പുട്ട് ലൈൻ കറണ്ട് ഫേസ് കറണ്ടിനേക്കാളും സ്ക്വയർ റൂട്ട് ഓഫ് ദ 3 ടൈംസ് കൂടുതലായിരിക്കും. പക്ഷേ കോംപ്ലക്സിറ്റി വരുന്നത് നമ്മൾ ഒരു ഡെൽറ്റ പ്രൈമറിയും സ്റ്റാർ സെക്കൻഡറിയും മിക്സ് ചെയ്യുമ്പോഴാണ്. ഈ ഷിഫ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രൈമറിയെ ഒരു ഡെൽറ്റ ട്രയാങ്കിൾ ആയിട്ടും സെക്കൻഡറിയെ വെക്ടേഴ്സ് ആയിട്ടും വരച്ചു നോക്കിയാൽ രണ്ടും തമ്മിൽ അലൈൻ ആവുന്നില്ല എന്ന് കാണാം. ഈ ജോമെട്രിക് ഡിഫറൻസ് ഒരു 30 ഡിഗ്രി ടിൽട്ട് ഉണ്ടാക്കും. ഇതിനെയാണ് DY1 അതല്ലെങ്കിൽ DY11 എന്ന് പറയുന്നത്. ബേസിക്കലി ഡെൽറ്റയും സ്റ്റാറും കൂടെ മിക്സ് ആയാൽ 30 ഡിഗ്രി ഷിഫ്റ്റ് ഉറപ്പാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു YD1 കണക്ഷൻ, സിസ്റ്റം റേഷ്യോ 10:1, ഇൻപുട്ട് വോൾട്ടേജ് 11,000 വോൾട്ട്. ഇവിടെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ 11,000നെ ആദ്യം സ്ക്വയർ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ ആ റേഷ്യോ 10ഉം അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 635.1 വോൾട്ട് കിട്ടും. സെക്കൻഡറി ഫേസർ 1 ഓ ക്ലോക്കിലാണെന്നാണ്. അതായത് ഒരു 30 ഡിഗ്രി ലാഗ്. സിസ്റ്റം ഡിസൈനിൽ പലപ്പോഴും എറർ വരുന്നത് ലൈൻ വാല്യൂസ് ഡയറക്റ്റ് ആയി അപ്ലൈ ചെയ്യുന്നതാണ്. ഈ വെക്ടർ ഷിഫ്റ്റ്സ് ആക്ച്വലി പവർ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ജനറേഷൻ തുടങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വഴി പവർ ട്രാൻസ്മിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ സബ്സ്റ്റേഷനിൽ വെച്ച് ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ ഇതിനെ യൂസബിൾ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. ജനറേഷനിൽ ഉണ്ടായ +30 ഡിഗ്രി ഷിഫ്റ്റ് സബ്സ്റ്റേഷനിലെ -30 ഷിഫ്റ്റ് വഴി ക്യാൻസൽ ആവും. എന്നിട്ട് ഫൈനൽ ഔട്ട്പുട്ട് തിരിച്ചു സോഴ്സുമായി അലൈൻ ആയിട്ട് 0 ഡിഗ്രി ഷിഫ്റ്റിൽ എത്തും. ഷോർട്ടായി പറഞ്ഞാൽ സ്റ്റാർ സ്റ്റാർ പിന്നെ ഡെൽറ്റ ഡെൽറ്റ. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് 0 അതല്ലെങ്കിൽ 180 ഡിഗ്രി ഷിഫ്റ്റ് മാത്രമേ ഉണ്ടാവൂ. ഡെൽറ്റ സ്റ്റാർ പിന്നെ സ്റ്റാർ ഡെൽറ്റ. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് 30 ഡിഗ്രി ഷിഫ്റ്റ് ഗ്യാരണ്ടിയാണ്. ഈ ജോമെട്രിക് കോൺഫിഗറേഷൻ കറക്റ്റായി മനസ്സിലാക്കിയാൽ ട്രാൻസ്ഫോമർ അനാലിസിസ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യാം. താങ്ക് യു.